ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിൽ പച്ചമാങ്ങ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മാങ്ങാക്കറിയാണ്. ഈ ഒരു മാങ്ങാക്കറി ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് വെച്ചാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്പോൾ കിട്ടുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം പുളിയും മധുരവും ഒക്കെ ഉള്ള ഒരു മാങ്ങയാണ്. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് നമ്മൾ അത്യാവശ്യം പുളിയും മധുരവും ഒക്കെ ഉള്ളൊരു മാങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മാങ്ങ നമുക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചെറിയ പീസസായിട്ട് മുറിച്ചെടുക്കണമെങ്കിൽ അതുപോലെ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വലിയ പീസസായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അണ്ടിയും നമ്മളിതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തോല് കളഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. തോല് കളയാതെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഞാനിതുണ്ടാക്കുമ്പോൾ തോല് കളഞ്ഞിട്ടാണ് എടുക്കൽ. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അത് 2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ടീസ്പൂൺ തന്നെ നിറഞ്ഞ അളവിലാണ് കേട്ടോ ഞാൻ മുളക് പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മാങ്ങ ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. സ്റ്റൗ ഓണാക്കിയിട്ടില്ല. അപ്പോൾ ഇനിയാണ് നമ്മൾ അടുപ്പിലേക്ക് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർത്ത ചേരുവകളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തീ ഓണാക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മുടെ ഈ മാങ്ങയൊക്കെ ഒന്ന് അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. പിന്നെ നമുക്ക് ഈ ഒരു മാങ്ങയുടെ എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒന്ന് നമുക്ക് നല്ലതുപോലെ അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മാങ്ങ നന്നായിട്ട് വെന്ത് വരുന്ന ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും കൂടി നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാം. നമ്മുടെ മാങ്ങയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഒരു ചാറോട് കൂടി തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചാറ് വേണോ, ഒരുപാട് കുറുകിയിട്ടാണോ എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം മാങ്ങയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇപ്പം ഈ ഒരു മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ നമ്മളെടുക്കുന്ന മാങ്ങേൻ്റെ പുളിയും മധുരമൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ബാലൻസ് എന്ന രീതിയിലായിരിക്കണം നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ലാസ്റ്റാണ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ചേരുവ ഉലുവയും അതുപോലെ തന്നെ കടുകും കൂടി പൊടിച്ചത്, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനം നമ്മളിത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഈ ഒരു മാങ്ങാക്കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല. കണ്ടില്ലേ, നമ്മുടെ മാങ്ങ എല്ലാം തന്നെ നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. മാങ്ങ കണ്ടില്ലേ, ഈ രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഓൾമോസ്റ്റ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് അവസാനമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കറി ഒന്ന് താളിച്ചെടുക്കലാണ്. അപ്പോൾ മാങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ ഞാൻ ഇതാ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ നാട്ടിൽ ഇതിനെ കടുമാങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ പലരും പല രീതിയിലാണ് കടുമാങ്ങ തയ്യാറാക്കി നോക്കുന്നത്. പല റെസിപ്പീസ് ഉണ്ട്. ഞാനും പല റെസിപ്പീസിൽ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു റെസിപ്പിയാണ്. ഈ ഒരു രീതിയിൽ കടുമാങ്ങ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് താളിച്ച് ചേർക്കാനായിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്.
ഈ ഒരു റെസിപ്പി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് നമ്മളിത് കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. പുറത്ത് വെക്കുക, എന്നിട്ട് തിളപ്പിച്ച് കഴിക്കുമ്പം ഓരോ ദിവസം കൂടുന്നതോറും അതിൻ്റെ ടേസ്റ്റ് കൂടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറുകി ഇതാ കണ്ടോ, ചാറ് നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് കുറുകി വേണ്ടാത്തവർക്ക് അതിനനുസരിച്ച് വെള്ളം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് തിളപ്പിക്കുന്തോറും അത് കുറുകി വരുന്നതാണ് കേട്ടോ, പിന്നെ ടേസ്റ്റും കൂടി വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.